അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ നിങ്ങൾക്കറിയാം നമ്മുടെ മണി മാത്ത് പണക്കണക്കുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആയിട്ടും എക്സാമിന് ഒരു 10 മാർക്കിന് ചോദ്യം വരും അല്ലേ? അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇതേപോലെയുള്ള ചോദ്യം, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പലിശ നിരക്കിന്റെ ചോദ്യങ്ങൾ. അപ്പൊ എന്തിനാ വെറുതെ നമ്മൾ ഒരു 5 മാർക്ക് വെറുതെ കൊണ്ട് കളയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിലെ ചോദ്യങ്ങൾ വരിക എന്നും എങ്ങനെയാണ് ഇതിന്റെ ഉത്തരങ്ങൾ എഴുതേണ്ടതെന്നും. ചോദ്യം ഇങ്ങനെയാണ്: അനു borrowed 5,000 rupees from a bank and paid 500 as interest. അനു എന്ന് പറയുന്ന നമ്മുടെ അനു മിസ് തന്നെ ആയിക്കോട്ടെ അല്ലെ, അനു എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു? 5,000 rupees ബാങ്കിൽ നിന്ന് കടമെടുത്തു. 5,000 rupees ബാങ്കിൽ നിന്ന് കടം വാങ്ങി. അതിന് ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? 500 രൂപ തിരിച്ചു കൊടുത്തു. 500 രൂപ അടക്കം തിരിച്ചു കൊടുത്തു. നമുക്കറിയാം നമ്മൾ കടം വാങ്ങിയാൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അപ്പൊ ആദ്യത്തെ ചോദ്യം പലിശ നിരക്ക് കണ്ടെത്തുക. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഫസ്റ്റ് പേജിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജ് എത്രയാണ്, പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്. പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ്. അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തിന്റെങ്കിലും ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ തന്നിരിക്കുന്നത്, ഇവിടെ നോക്കുക ഇൻട്രസ്റ്റിന്റെ പെർസെൻറ്റേജാണ് കാണാൻ പറഞ്ഞത്. അപ്പൊ ഇൻട്രസ്റ്റ് എത്രയാണ് ഇവിടെ? 500 ഡിവൈഡഡ് ബൈ എത്രയാണോ ഇൻട്രസ്റ്റ് അത് എഴുതുക, ഡിവൈഡഡ് ബൈ നമ്മൾ കടം വാങ്ങിയ പൈസ എത്രയാ? 5000 ഇൻറ്റു 100. ഇത്രയും ചെയ്താൽ മതി. ഇവിടെ നോക്കി 0 വെട്ടിപ്പോയി, ഈ ഒരു 0 വെട്ടിപ്പോയി. 50 ഹരിക്കണം 5 ചെയ്താൽ എന്ത് കിട്ടും? 10 എന്ന് വരും. 10%. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടി എത്രയാണ്? 10%. എന്താ ചെയ്തത്? ഇൻട്രസ്റ്റ് അതായത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? പെർസെൻറ്റേജ് ആണ് കാണാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണോ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എത്രയാണോ ഇൻട്രസ്റ്റ് അത് ആദ്യം എഴുതുക, ഡിവൈഡഡ് ബൈ എത്രയാണോ നമ്മൾ എടുത്ത ടോട്ടൽ എമൗണ്ട് അത് എഴുതുക, ഇൻറ്റു 100. ചെയ്തു, കഴിഞ്ഞു, ഉത്തരമായി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. രണ്ടാമത്തെ ചോദ്യം എന്താ? അനു ബോറോഡ്, അനുവിന് മതിയായിക്കില്ല, ഒരു പ്രാവശ്യം കടം വാങ്ങി, രണ്ടാമത് നമ്മൾ കടം വാങ്ങാൻ പോവാണ്. അനു ബോറോഡ് 3,000 rupees ഫ്രം ദ സെയിം ബാങ്ക്. അതേ ബാങ്കിൽ തന്നെ പോയിട്ട് 3000 രൂപ രണ്ടാമതും കടം വാങ്ങി. അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതേ പെർസെൻറ്റേജിൽ, അതേ പെർസെൻറ്റേജിൽ പിന്നെയും എന്ത് ചെയ്യാണ്? കടം വാങ്ങിയിരിക്കുകയാണ്. ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് എമൗണ്ട് ഷീ ഹാസ് ടു പേ ഫോർ ദ സെക്കൻഡ് ലോൺ. അതായത് അതേ ബാങ്കിൽ നിന്ന് അതേ പലിശ നിരക്കിൽ അനു എന്ത് ചെയ്യുന്നു? 3000 രൂപ കൂടി കടം വാങ്ങുന്നു. എത്ര രൂപ കടം വാങ്ങി? എമൗണ്ട് എത്ര രൂപയാണ് വാങ്ങിയത്? 3000 രൂപ കടം വാങ്ങി. അതേ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 3000 രൂപ കടം വാങ്ങി. അതേ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജിൽ, പെർസെൻറ്റേജ് സെയിമാണ്. എത്രയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്? പെർസെൻറ്റേജ് 10. അതേ ഇൻട്രസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അനു ഒന്നുകൂടി പൈസ വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ്, പലിശ? എത്രയാണ് പലിശ? അപ്പൊ നമുക്കറിയാം 3000 രൂപയുടെ 10% നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 3000 രൂപയുടെ 10% ഇൻട്രസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യണം? 10% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് 10% എന്ന് പറഞ്ഞാൽ 100 രൂപ കടം വാങ്ങിയാൽ 10 രൂപ ഇൻട്രസ്റ്റ്. നിങ്ങൾ 100 രൂപ കടം വാങ്ങിയാൽ 10 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ഇവിടെ നോക്കുക 3000 എത്ര 100 ഉണ്ട്? 30 ഇൻറ്റു 10 എത്രയാണ്? 300 രൂപ ഇൻട്രസ്റ്റ്. എത്ര രൂപ ഇൻട്രസ്റ്റ്? 300 രൂപ ഇൻട്രസ്റ്റ്. 3000 രൂപയിൽ എത്ര നൂറുകളുണ്ട്? 30 നൂറുകളുണ്ട്. ഇൻറ്റു 10 അപ്പൊ 300 രൂപ ഇൻട്രസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും ഇതേപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഒന്നുകൂടെ ഒറ്റയ്ക്ക് ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിന്റെ കാര്യം മറന്നു പോകരുത്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ, ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് ആനുവൽ എക്സാമിന് തയ്യാറാക്കാനുള്ള ബാച്ചാണ്. ആരും തന്നെ ചാൻസ് മിസ് ചെയ്യേണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.